ചുറ്റും രാസമാലിന്യമാ. കുടിക്കാനും കുളിക്കാനും പറ്റുകയില്ല. ഭൂഗർഭജലം പറ്റി. ദുബായിലോ പഴയ പോലെ കുളിസീനൊന്നും ഇല്ലല്ലോ പൊന്നപ്പൻ ചേട്ടാ. പിള്ളേരൊക്കെ വലുതായി. കുളിപ്പരയിലോട്ട് മാറ്റി. ആ കുന്ത്രാണ്ട് എടുത്തു വെച്ച് നോക്കല്ലേ, നാട്ടുകാർ കണ്ടാ കുളിപ്പിച്ച് കിടത്തി വെള്ളം വിരിക്കും. അത് കുഴിയിലേക്കുള്ള ഡ്രസ്സിംഗ് അല്ലേ? ഓർമ്മിപ്പിച്ചത് നന്നായി. കൊള്ളാം. ദുബായ് ജോസിന് സ്വാഗതം. കാശ് മുടക്കിയാലെന്താ, ചീമിണി ജോസിനുള്ള ഇരട്ടപ്പേര് മാറിക്കിട്ടുമല്ലോ. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴേ അടിച്ചു പൊളിക്കുന്നു. ഓക്കേ. മതി 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 നിർത്ത്. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയി ഇത്തിരി കാശുകാരനായെന്ന് വെച്ച് എന്തിനാ ചെണ്ട കൊട്ടും വെടിക്കെട്ടും ഈ മാലയൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? കൊണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ബില്ലിന്റെ രസീത് എന്റെ കൈവശം തന്നെ ഉണ്ട്. പിന്നെ മേളക്കാർക്കുള്ള കാശ് എവന്റെ വീട്ടിൽ ചെന്ന് അമ്മച്ചിരുന്ന് വാങ്ങിച്ചോ. എന്നാലും എന്റെ പഹയ നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്ന അമ്മ ഫോൺ വിളിയോടെ വിളിയില്ലേ? ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ 2 മാസം ലീവ് എടുത്ത് വന്നിരിക്കുക. നാളെ മുതൽ പെണ്ണ് കാണാൻ തുടങ്ങുന്നു. ആ കണ്ണാടി എന്തിനാ തലേ വെച്ചിരിക്കും? തലേ വെക്കുന്ന കണ്ണാടിയാ. വേണമെങ്കിൽ മൂത്തും വയ്ക്കാം. സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ. വേണ്ട. കാലത്തെ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും. എന്ത് രസവാ പൊന്നപ്പച്ചേട്ടാ. എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴുക്കട്ടെ. ജോസഫി ഇത്തവണ കണ്ടോ, ഇത് 12 തന്നെ. 12 കിട്ടില്ലെങ്കിൽ അങ്ങനെ അവൻ പകിടെറിഞ്ഞ് പിടിക്കുന്നു. ഇടി തുടങ്ങാനാ. മുടക്കണ്ട. കൊള്ളാ. നീയോടാ ആണ്. ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. ഇത് പകിട. പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി 2 മാസം ഞാൻ ഫ്രീയാ. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ? കള്ളു കുടിക്കണം, താറാവിനെ തിന്നണം, പകിട് കളിക്കണം. അക്കാര്യം ജോസ് ഏറ്റും അല്ലേ? ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ? അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ഏതാ മുത്തു കൂടെ പിടിച്ചോ. ചെണ്ടച്ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ഭാസ്കര, ജോസ് അല്ല കെട്ട് കഴിഞ്ഞു വരിക. കെട്ട് കഴിഞ്ഞല്ലടോ, ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറി പോയല്ലോടാ ചീങ്കണ്ണി. ഇപ്പൊ പേര് മാറ്റി. ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. എടി അങ്ങ് ഒരു 5-6 കരിമീനെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമീനൊന്നും പോരാ, ഒരു 10-60 ജനം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ? ഇളവനോ മൂത്തതോ? ഇന്ന് മൂത്തത് താറാവും. ആയിക്കോട്ടെ എടിയേ, 5-6 താറാവും കൂടെ വെളിക്കിരി. അയ്യോ, ഇപ്പൊ കഴിഞ്ഞതാ. അയ്യേ, അതല്ല പറഞ്ഞു പുറത്തോട്ടിരിക്കും. അത് ശരി. എന്നതാ വള്ളംകളി കമ്മിറ്റി ആണോ? ഏയ്, ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കെല്ലാം തന്ന ഇയാളുടെ ഭാര്യയെ കളിയാക്കിയാണ്. പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഈ വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളൂ. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വെള്ളംകളിയും വള്ളംകളിയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കപ്പയ്ക്കാണോ? വില പറയാൻ വന്നിരിക്കുന്നത് ഇപ്പൊ മൊത്തമല്ല, ചില്ലറയാ. കഴിഞ്ഞ 2 വർഷക്കാലമായി കിഴക്കുംഭാഗം ചുണ്ടന് നെഹ്റു ട്രോഫി നേടാനായത് ഗോവിന്ദനാശാൻ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വർഷവും ആശാന്റെ കീഴിൽ നമ്മൾ മത്സരിച്ച് ഒരു ഹാട്രിക് വിജയം നേടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണയും ആശാൻ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്.
ആര് ക്യാപ്റ്റൻ ആയാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ക്യാപ്റ്റൻ ആകുന്ന ആള് വള്ളം കളിക്കുള്ള മുഴുവൻ ജലവും വഹിക്കണം. എന്താ ഒരു പുതിയ നിയമം? കഴിഞ്ഞ പോലെ അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ പോലല്ല. ഇക്കൊല്ലം ഓരോ വള്ളം കയറി കൃഷ്ണൂർ നശിച്ചിരിക്കുക. വള്ളംകളി മത്സരം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈന്നിട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇത്തവണ ആര് ക്യാപ്റ്റൻ ആയാലും അയാൾ കാശ് മുഴുവൻ മുടക്കണം. അങ്ങനെ കുറെ കാശുണ്ടെന്ന് ആരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുമോ? തുഴച്ചിക്കാരെ നിയന്ത്രിക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവുണ്ടാവണം. അതിനിപ്പോ ആശാനല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? എങ്കിൽ പിന്നെ ആശാൻ കാശ് കൊടുക്കട്ടെ. എന്താ മുടക്കുവോ? അല്ല ഇപ്പോ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ ആശാനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഞാൻ പറയാം. പറയണ്ടാന്ന്, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പൊ ആശാ മാത്രം ഉണ്ടാക്കിയിട്ട് കിഴക്കൻ ഭാഗത്തുകൊണ്ട് മത്സരിക്കേണ്ട കാര്യമില്ല. എന്താ പിന്നെ വള്ളം കരക്കേറ്റി വെക്കണോ? കരക്കേറ്റ് വെക്കാനല്ല വെള്ളം ഇറക്കിയത്. അത് ശരിയാ. ഇവന്മാര് പറഞ്ഞ കാശ് കൊടുക്കാൻ പറ്റും. ഇയാളെന്താ ഒരു കാര്യം പറഞ്ഞേക്കൂ. ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വള്ളംകളിയുടെ സകല ചെലവ് ഏൽക്കുകയും തുഴച്ചിൽക്കാർക്ക് കൈ നിറയെ കാശ് കൊടുക്കാനും ഒരാൾ വന്നാലോ? വെറുതെ മണ്ടത്തരം പറയാതെ മണ്ടത്തരം പറയുന്നത് നിർത്ത്. ആരെ എങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ വിദേശ നിക്ഷേപങ്ങൾ തേടി പരക്കം പായുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കിഴക്കും ഭാഗം ചുണ്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായഹസ്തവുമായി ഒരു വിദേശകരം നീണ്ടു വരുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചൂടാ. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം. നമസ്കാരം. ദുബായിലെ മരുഭൂമിയിൽ പൊരിവെയിലത്ത് ജോലി ചെയ്യുമ്പോഴും കാശുണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇവിടുത്തെ വെള്ളവും വള്ളവും നിങ്ങളൊക്കെ മാത്രമായിരുന്നു. അറിയോ, നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടണമെന്നൊരാഗ്രഹം. ഈ വള്ളംകളി മത്സരത്തിന് കിഴക്കൻ ഭാഗം ചുണ്ടിന്റെ സകല ചെലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ ജോസ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ. ഫോട്ടോ അവനെവിടെ? ഫോട്ടോ എടുക്കണ പുല്ലേ. ആയി നോക്കി നിൽക്കുക. ആശ പിണയി പോകുന്നു വേണ്ട. ജോസ് ക്യാപ്റ്റനായെന്ന് വെച്ച് ആശാന് വള്ളത്തേലൊക്കെ നിൽക്കുക. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ അയ്യാടെ സ്വഭാവം. അതെ, ഈ കോപ്പം കയ്യിലോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്തേ. ചുണ്ട കൊണ്ടെന്റെ ചുണ്ട് പൊട്ടിയതേ. പെട്ടിക്കണ്ടിച്ച് വിഴുങ്ങുന്ന കാര്യം ഓർത്തുള്ള ചിരിയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം ഓർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നപ്പേട്ടാ, വൈകിട്ട് 4-ന് പമ്പിനടുത്ത് തെങ്ങൻചോട്ടി കാണണം. എന്തിനാ? തേങ്ങ ഇടാനാണോ? അപ്പൊ കമ്മിറ്റിയുടെ കാര്യം മറന്നോ? മഹിളാജാതിയുടെ വരവ് ചെലവ് കണക്ക് ഇന്നത്തെ കമ്മിറ്റി വെക്കണം. ബാക്കി കാശും മറക്കരുത്. അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. പൊന്നപ്പൻ ചേട്ടോ, കുമ്പസാരിച്ചില്ലേ? ഓ, അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക്. ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോക്കൃത്തങ്ങളും ഒരുമിച്ച് പറയാന്ന് വെച്ച്. പൊന്നപ്പൻ ചേട്ടാ, ഏതാ വരുന്ന പീസ്? അത് ആന്റപ്പന്റെ മൂത്ത മോള ഡെയ്സി, അതിന്റെ താഴെ സൂസി, മൂന്നാമത്തത് ജെൻസി, ഏറ്റവും ഇളയത് ലൂസി. ഒരു ആൺകൊച്ചിനെ തപ്പി പോയതാ. മഹിളാ ജാഥയായപ്പം നിർത്തി. എന്താ ജോസേ, കുർബാനയ്ക്ക് അമ്മച്ചി വന്നില്ലേ? ഓ, ഞാൻ വന്നേ പിന്നെ അമ്മച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരവേ ഇല്ല. വൈകിട്ട് വരും. കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ? ദൈവമേ, പെണ്ണ് കാണാൻ മാമാങ്കം ഇതോടെ അവസാനിക്കോ? ആ കെയർ ഓഫ് അത്യാവശ്യം 4 നേരം പുട്ടടിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ. താറാവും വേണം. പിന്നെന്താ? കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്കുക. പണത്തിന് മേൽ പരുന്ത് മാത്രമല്ലടോ, ആന്റപ്പനും പറക്കുകയല്ല. ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂല. താനെന്ത് വൃത്തികേടാണ് കാണിക്കണേ? ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ? അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ തന്നെ. അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ ഒളിച്ചോടി പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്. കാലിത്തങ്കൻ. കുഞ്ഞേ,
തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ. പള്ളിച്ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നതാ. കേറിയില്ല. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഗീത ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കുട്ടി മാരീഡ് ആണോ? അല്ല. എന്തേ? ഇനിയിപ്പോ തെക്കേ തറവിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല, നീ അങ്ങോട്ട് പോന്നു? തടിപ്പാലം, താറാവ്. അപ്പൊ തെക്കേത്തറയിലെ ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ, ഒരു നല്ല കാര്യത്തിനെ പോയപ്പോ പുറകെ വിളിച്ചു വൃത്തികെട്ടവൻ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മിനെ വിളിച്ചതാ. ഓ, താൻ തന്റെ ഭാര്യ വിളിച്ചാണ്. അമ്മിണി, നിന്നെ തിരക്കി ആ തെക്കേത്തറയിലെ ഗീത വന്നിരുന്നു. ആ ചിട്ടിക്കാശിന് വല്ലതും ആയിരിക്കും. ആ, അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇന്ന് ചങ്ങനാശ്ശേരി ആരോ പെണ്ണ് കാണാൻ വന്നോന്ന് പറഞ്ഞു. പാവം, എങ്ങനെയെങ്കിലും അത് നടന്നാ മതിയായിരുന്നു. ആ, എന്താ നിർത്തിയേ? മതി. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്നും പറഞ്ഞാണല്ലോ വന്നത്. ഇത് കറി ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. ഇവനെന്താ പറ്റി? ഭാഗ്യം ഭയങ്കരവാ. അവൾക്കിയുടെ ഭാഗ്യം കുറച്ച് കൂടുതലാ. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഒരു കുരിശാണല്ലോ. ഇതാ എന്നെ പെണ്ണ് കാണാൻ വന്ന കോന്തൻ. അയ്യേ, ബെസ്റ്റ്. പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ശരിയാ, ചെല്ല് ചെല്ല്. ചൂണ്ടയിടുക അല്ല, ആടിനെ കറക്കുക. പച്ചക്കള്ളം, എനിക്കറിയാം. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ. ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം? ഈ കുട്ടിയുടെ ഒരു തമാശ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും. എന്തിനാ ഇന്നും വന്നേ? അതെ, കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. നമുക്കിത്തിരി നടന്നാലോ? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഏത് പോലെ അടയ്ക്കാതിരുന്നേ? അതല്ല, ടെൻഷൻ കാരണം ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട്. അതിൽ നിന്നും 5 പവൻ പൊന്നും 10,000 രൂപയും കുറച്ച് തന്നാലും മതി. അമ്മാവൻ അറിയണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം. എന്ന് വെച്ചാ 20 പവനും 40,000 രൂപയും അല്ലേ? അതെ, നല്ല ഡിസ്കൗണ്ട് അല്ലേ? അല്ല, എന്തിനാ ഈ കാശൊക്കെ? അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ, അതിനാ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ. ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും? വെറുതെ ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. ചൂടാകാതെ ഗീതക്കുട്ടി, വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം. അമ്മാവൻ അറിയാതിരുന്നാ മതി. മുഴുവൻ കുറയ്ക്കോ? അയ്യോ, ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അമ്മാവൻ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെങ്ങനെ? അമ്മാവൻ അമ്മായി കെട്ടിയതാ? പോടാ മണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുട്ടനാട്ടിൽ പൂവാല ശല്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മേ, ഈ ചന്ദ്രന്റെ ഒരു കാര്യം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാര രംഗം. ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. എന്റെ സോമ, ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ. വീശി എടുത്തോണം. ആ ജോസേ, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞല്ലേ, ഒന്ന് ചേർന്ന് നിന്നേ. ആ ടീച്ചറേ, ഫോട്ടോ ഒന്ന് വേഗം എടുത്തേ. എല്ലാരും കൂടെ വരട്ടെ. കൃഷ്ണൻകുട്ടി വാ, വാടോ. വേമ്പ. എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന് ആൾക്കാരാ. ജയിക്കോ? എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഡേയ്സ് ചോദിക്കുക നമ്മളെ വള്ളം ജയിക്കോന്ന്. സംശയമുണ്ടോ? ടിവിയിൽ കണ്ടോ ട്രോഫി ആയിട്ട് നിൽക്കുന്നത്? വള്ളം ജയിക്കാൻ വേണ്ടി 10 കൂടും മെഴുകുതിരി അവളിന്ന് ചാവറയത്തിന് നേർന്ന് കഴിഞ്ഞു ദിവസേ. ആര്? എന്റെ മോള് ഡെയ്സി. നേര്. ഗേൾസ് വരൂ, ഇറങ്ങിക്കോളൂ. ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ, അതുകൊണ്ടാ. ഇവിടെ അടുത്താണോ വീട്? മിണ്ടാത്തത്. എടാ എന്തോ ഇത് നമ്മൾ ഇന്നലെ ടി വി കണ്ട ചേട്ടനല്ലേടാ? ടി വിയിലോ? ഞാനോ? അതാ ഈ ചേട്ടൻ തന്നെ. ഇന്നലെ ഇവിടെ വാർത്തയിലൊക്കെ കാണിച്ചു. അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ.
ഒരുപാട് നേരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്നോ ഒരു 10 മിനിറ്റ് TV കാണുന്ന പോലെ തന്നെ ഒരു വ്യത്യാസം ഈ ടി വിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനിയും കാണിക്കോ? കാണിക്കടാ. ഇനി നിന്നെ ഈ പരിസരത്തെങ്ങനെ കണ്ട വെട്ടി നുറുക്കി ഉപ്പിലിട്ട് അച്ചാറാക്കും. നിനക്ക് ഗീതയെ കെട്ടണം. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണം അല്ല? അത് ഞാൻ ഡീസന്റാ. ഞാൻ ഡീസന്റ്. വെള്ളം എടാ ജോസേ, ജോസേ, എടാ അവനെ വിടരുത്. പിടിക്കാം. താറാവാണോ ആ. ഇങ്ങനെ നിക്ക്. തീരുമ്പം പറഞ്ഞാ മതി കൊണ്ടുവരാം. അയ്യോ ചോദിക്കണ്ട, തീരുമ്പോ അമ്മച്ചി കൊണ്ടൊന്ന് മറിച്ചാ മതി. ഈ കൊച്ചു ത്രസ്യാണ് നിർബന്ധം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലറായിട്ട് ജീവിച്ചു തീർന്നേനെ. ഓ അതിന്റെ ഒരു സുഖം. അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവട്ടെ. അതെ 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 അതെ. അത് ഞങ്ങൾ കണ്ടതാ. പള്ളി വെച്ച് കണ്ടപ്പോഴേ ഒരു തട്ടലും അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതല്ലേ. പൊന്നപ്പാ, ആ, ഡെയ്സി ആയിരിക്കും. ആ ഹലോ ജോസാ. ആ വെക്കാം. ശരി 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 ഓക്കെ. ആ കുട്ടനാട് കേബിൾ വിഷനിന്നാ വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന്. പൊന്നപ്പാ. ഹലോ ഡേസിയാ, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ മിക്കവാറും ഇച്ചായനെ ടി വി കാണാം. ഓക്കെ ബൈ. പറമ്പിൽ ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി. ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ജോസും ഞാനും ദുബായിലെ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി. ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനും എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി. നല്ല സെറ്റപ്പാ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. അയ്യോ വല്ലരുത്, വല്ലരുത്. ഈ പെണ്ണുങ്ങളെ ഞാൻ മനസ്സാവാജ അറിഞ്ഞ കാര്യമല്ല. എന്തൊരു കഷ്ടമായത്. ഇതുകളും ചാടും. അടിക്കരുത്. അയ്യോ, പാടത്ത് ഞാറ് നടാൻ മാത്രമല്ല വരമ്പത്തൂടെ ഓടാനും നിങ്ങൾക്ക് അറിയാമല്ലോ ഈശ്വര. അയ്യോ അയ്യോ, എന്നെ ചതിക്കില്ല. ഈ കിട്ടിയതൊക്കെ ഇവളമാരെടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അയ്യോ, ഒരു പഞ്ചായത്ത് മെമ്പർ തല്ലിന്ന് ചീത്തപ്പേരി നീ ഉണ്ടാക്കി വെക്കരുത്. അല്ലേ, നിനക്ക് ഈ വിപ്ലവ വീര്യം പറഞ്ഞത് ഞാനാ. തിരിഞ്ഞുപോടി. തന്നെ കൊണ്ട് നിങ്ങൾ പോകും. ഇറങ്ങണോ? ഇറങ്ങി വരാനാ പറഞ്ഞത്. നിങ്ങൾ താഴെ പൊന്നപ്പോ മോളില് ഇതെന്ത് കമ്മിറ്റി ഇത് തെങ്ങുകയറ്റ കമ്മിറ്റി. എന്തോന്നാണ്? അല്ല സാറേ, ഉണ്ടായിരുന്ന കമ്മിറ്റിയൊക്കെ പൊളിഞ്ഞതിന്റെയാ. എവളുമാരെ ഒന്ന് പറഞ്ഞയക്കൂ, എന്നെ രക്ഷിക്കൂ. ഇങ്ങനെ ഞങ്ങൾ താഴെ ഇറക്കത്തില്ല ആശാനെ. ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇവിടുത്തെ പെണ്ണുങ്ങളാ. എന്നിട്ട് ഇയാൾ ഈ കരയിൽ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത്. അങ്ങനെ പറയരുത് രഹസ്യ. ആ തന്തയ്ക്ക് പറക്കാത്തവന് ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ആന്റെ പെണ്ണ് പൊര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളാ. ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടെ എന്ന് ഞാൻ കരുതി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യൂ ആശാനയ്യോ? ആശാൻ പറഞ്ഞാ ഇവര് പോവും. ഒന്ന് പറയൂ ആശാനെ. തൽക്കാലം നിങ്ങൾ വിരിഞ്ഞു പോകും. അടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ ആശാൻ പറഞ്ഞത് ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്കുക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാ. ആശാൻ ക്ഷമിക്കേ. ദുബായ് ജോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. ബെന്നി എടുക്കടാ, വാ. നീ ഷൂട്ട് ചെയ്തോടാ, പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ. ബെന്നി നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊണത്താപ്പറമ്പിൽ ഔസേപ്പിന്റെ മകൻ
ദുബായ് ജോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന KJ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന KCB പ്രതിനിധിക്ക് മർദ്ദനം. വാർത്തകൾ വിശദമായി. അടുത്തിടെ ദുബായിൽ നിന്നും തിരിച്ചെത്തിയ ജോസും ഇല്ലിക്കൽ ആൻഡപ്പന്റെ മകൾ ഡെയ്സിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ജോസിന് ദുബായിൽ വേറെ ഭാര്യയും കുട്ടിയുമുണ്ട് എന്ന വാർത്ത KCB ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടത്. ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ പോലീസ് ജോസിനെ വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കുട്ടനാട് കേബിൾ വിഷന്റെ ക്യാമറാമാൻ ബെന്നിയെ ജോസ് കയ്യേറ്റം ചെയ്യുകയുണ്ടായി. സാരമായി പരിക്കേറ്റ ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. എന്തായി കാണിക്കുന്നത്? ഇപ്പോൾ കിട്ടിയ വാർത്ത തരാൻ വന്നതാ. അവനെ വിളിക്ക്, ഇറങ്ങി വാടാ. ഇതെന്തത് ഇത്ര പെട്ടെന്ന് വാർത്ത കഴിഞ്ഞോ? എടാ, അതിലും വലിയ വാർത്ത പുറത്തു വന്ന് നിൽക്കുന്നു. വേണമെന്ന് കവർ ചെയ്തോ. മോനെ ചന്ദ്ര, വിവാഹ തട്ടിപ്പുകാരൻ ദുബായ് ജോസ് ജാമ്യത്തിൽ ഇറങ്ങി. അതും കൂടി വാർത്തയിലൊന്ന് പറയണം. പറയിപ്പിക്കാൻ വന്നതാ. എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ജോസ് പോ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. ഒരുപാട് ജോലി നീ ക്ഷീണിക്കല്ലേ. നീ കളിക്കുന്ന ആരോടാന്ന് വലിയ പിടുത്തില്ലാഞ്ഞിട്ടാ. ജോസ് ദുബായ് ജോസ് ആകുന്നതിന് മുമ്പേ ചീങ്കണ്ണി ജോസ് ആയിരുന്നു. ആ പേരെങ്ങനെ വന്നെന്ന് നീ വീട്ടിൽ ചെന്ന് അമ്മ പെങ്ങന്മാരോട് ചോദിച്ചൊക്കെ പറഞ്ഞു തരും. നിർത്തടാ പട്ടി. മോനെ ചൂടാകണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇക്കരയിൽ നിന്ന് മുങ്ങിയാൽ അക്കരെ പെണ്ണുങ്ങളുടെ കുളിക്കടയിൽ പൊങ്ങുന്നതിന് നാട്ടുകാർ കിട്ടുന്ന പേരാണ് ചീങ്കണ്ണി ജോസ്. ചീങ്കണ്ണി ജോസിന്റെ കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. നീ ഒരു സീരിയലാക്ക്. സെക്സും സ്റ്റണ്ടും ധാരാളം ഉള്ളതുകൊണ്ട് നാട്ടുകാർ കാണും. അല്ലാതെ തന്നെ ഒരു മെഗാ പരമ്പരയ്ക്കുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. കുളിപ്പുരയിൽ ഒളിഞ്ഞു നോക്കാൻ കയറിയതിന് നാട്ടുകാർ തെങ്ങിക്കെട്ടിയിട്ട് തല്ലിയതും അത് കണ്ട് കൊണത്താപ്പറമ്പിൽ ഔസപ്പ് അറ്റാക്ക് വന്ന് മരിച്ചതും തൊട്ട് എല്ലാം ഞങ്ങൾ കാണിക്കാം. വിളിച്ചോണ്ട് പോ. ഓലപ്പാമ്പിനെ കണ്ട പേടിക്കുന്നവര് ഈ കുട്ടനാട്ടിൽ കുറവാ. നീ പേടിക്കും. ചെറ്റത്തരത്തിന് നിന്നെക്കാൾ ഒരു വള്ളപ്പാട് മുമ്പേ ഞാൻ. നീ തുഴഞ്ഞാലെത്തില്ല. ഓർത്തോടാ. വിടാൻ. ദാസപ്പ, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഏത് തെണ്ടി പറഞ്ഞിട്ടാ വള്ള ഇവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിട്ടത്? അത് കൊള്ളാം. പൊന്നപ്പം പറഞ്ഞിട്ടില്ല, ഇത് ഇവിടെ തന്നെ കൊണ്ടിട്ടേ. ഞാനോ? എന്നാ വേഗം അഴിച്ചു മാറ്റിക്കോ. കേറല്ലാരും. അതെ, ആരോടും ചോദിക്കാതെയും പറയാതെ ഇവിടെ നാരടാ വെള്ളം ഒഴിച്ചോണ്ട് പോണത്. അതെ ജോസേ, ജോസിനെ പോലെ പെണ്ണുകേസി പ്രതി ഒരാളെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല. അതുകൊണ്ട് ജോസിന് ജോസിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എല്ലാവരും ഞാൻ മുടക്കിയ കാശ് ഇവിടെ തന്നിട്ട് വെള്ളം എടുത്തോണ്ട് പോയാൽ മതി. അതിന് നിന്നെയും വെച്ച് ഞങ്ങൾ ഒരുപാട് തുഴഞ്ഞിട്ടുണ്ട്. പൊന്നപ്പോരന്മാരെ ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ കളി കളിക്കല്ലേ? കളിക്കും. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചുമില്ലാതെ ഈ പരുവത്തിലായത്. ഇനി നീയായിട്ടുള്ള പഞ്ചായത്തെ ഞാൻ നിർത്തി. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞാവൻ ഞാൻ സമ്മതിക്കില്ലടാ. നല്ല ഫ്രൈമാ, അത് ചീത്തയാക്കണ്ട. ഞാനൊന്ന് മൂളിയാ എവര് നിന്റെ മുതുകത്ത് കയറിയെന്ന് കറ്റ മെതിക്കും. നെല്ലും പതിരും പോലെ എല്ലും മാംസവും പെറുക്കി എടുക്കേണ്ടി വരും. വിളിച്ചോണ്ട് പോടാ. ജോസേ വാ, പോരെ വാ. കൊണ്ടുപോയിക്കോ. ഞാൻ തന്ന കാശും നീയൊക്കെ കുടിച്ച കള്ളും ജോസിന് ഇതാ. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനിയും കാണും. ഈ കടം വീട്ടും. അടിച്ച് കേറി വാടാ. ഇനി കയറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഗുഡ് ബൈ. അപ്പൊ പൊന്നപ്പൻ കയറുന്നില്ലേ? ഇല്ല. ദേ, ഞാനായിട്ട് എടുത്തു വെച്ച് തന്ന കുരിശ് ഞാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി, ഞാനായി എന്റെ പെണ്ണുങ്ങളായി. പാവങ്ങൾ പെണ്ണുങ്ങൾ. വരട്ടെ.